നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 തുല്യതാ പഠിതാക്കൾക്കായി 2026 അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിലെ മലയാളം മാതൃകാ ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. പിന്നെ മറ്റൊരു കാര്യം, ഉത്തരങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തി ഉത്തരങ്ങൾ എഴുതുവാൻ ശ്രമിക്കുക. മറ്റു വിഷയങ്ങളുടെ മാതൃകാ ചോദ്യപേപ്പർ വിശകലനങ്ങൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 1 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. 25 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. 25 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് അരപ്പുറത്തിൽ ഉത്തരം എഴുതുക. ഓരോന്നിനും 6 സ്കോർ വീതമാണ്. 25-ാമത്തെ ചോദ്യം, ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന തലക്കെട്ടിന്റെ ഔചിത്യം പരിശോധിക്കുക. ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന തലക്കെട്ടിന്റെ ഔചിത്യം പരിശോധിക്കുക. പേജ് നമ്പർ 50-ലെ TV കൊച്ചുബാവയുടെ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന പാഠഭാഗം അദ്ദേഹത്തിന്റെ വൃദ്ധസദനം എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഉത്തരം നോക്കാം. TV കൊച്ചുബാവയുടെ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന കഥയുടെ തലക്കെട്ട് കഥയുടെ പ്രമേയത്തെ കൃത്യമായി സൂചിപ്പിക്കുന്നതാണ്. കഥയിൽ യുവത്വത്തിന്റെ മേൽക്കോയ്മയും ഭോഗാസക്തിയും മൂലം മനുഷ്യർ ഭൗതിക സുഖങ്ങൾക്ക് അടിമകളാകുന്നതാണ് അവതരിപ്പിക്കുന്നത്. ഉപഭോഗ സംസ്കാരവും അതിന്റെ ഉൽപ്പന്നങ്ങളും മനുഷ്യബന്ധങ്ങളെ പോലും വാണിജ്യവൽക്കരിക്കുന്നു. ഇതിലൂടെ സമൂഹത്തിന്റെ മാറിയ കാഴ്ചപ്പാടുകൾ തുറന്നു കാട്ടപ്പെടുന്നു. സ്നേഹത്തിനും കരുണയ്ക്കും പകരം പണത്തിനും സൗകര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. അണുകുടുംബ വ്യവസ്ഥിതിയും ഉദ്യോഗസ്ഥ ദമ്പതികളുടെ തിരക്കേറിയ ജീവിതവും കുടുംബ ബന്ധങ്ങളെ ദുർബലമാക്കുകയും മനുഷ്യത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. മനുഷ്യന്റെ മൂല്യം പോലും വസ്തുക്കളുടേതുപോലെ കണക്കാക്കപ്പെടുന്ന അവസ്ഥയാണ് കഥ അവതരിപ്പിക്കുന്നത്. അതിനാൽ സമൂഹത്തിന്റെ ഈ യാഥാർത്ഥ്യങ്ങളെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന തലക്കെട്ട് കഥയ്ക്ക് ഏറ്റവും അനുയോജ്യവും ഔചിത്യപൂർണവുമാണ്. 26-ാമത്തെ ചോദ്യം, ചങ്ങമ്പുഴയുടെ വ്യക്തിത്വ സവിശേഷതകൾ വിവരിക്കുക. ചങ്ങമ്പുഴയുടെ വ്യക്തിത്വ സവിശേഷതകൾ വിവരിക്കുക. പേജ് നമ്പർ 150-ലെ രമണൻ എന്ന പാഠഭാഗം പ്രൊഫസർ MK സാനുവിന്റെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഉത്തരം നോക്കാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാള കവിതയിൽ പുതുയുഗത്തിന് തുടക്കം കുറിച്ച മഹാകവിയാണ്. പാഠഭാഗത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ വിവിധ വശങ്ങൾ വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട്. ബാല്യകാലം മുതൽ തന്നെ വളരെ ശ്രദ്ധാലുവായ വിദ്യാർത്ഥിയായിരുന്നു ചങ്ങമ്പുഴ. പഠനത്തിലും സാഹിത്യരചനയിലും ഒരുപോലെ മികവ് തെളിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാവ്യപ്രതിഭ തിരിച്ചറിഞ്ഞ പ്രഗത്ഭരായ അധ്യാപകർ അദ്ദേഹത്തെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. യുവ കവിയെന്ന നിലയിൽ അദ്ദേഹം എല്ലാവരുടെയും ശ്രദ്ധ നേടിയിരുന്നു. തന്റെ ആത്മമിത്രമായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വേർപാട് ചങ്ങമ്പുഴയെ അതീവ ദുഃഖത്തിലാഴ്ത്തി. ആ വേദനയാണ് പിന്നീട് രമണൻ എന്ന അനശ്വര കാവ്യമായി രൂപപ്പെട്ടത്. സുഹൃത്തിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും വികാര തീവ്രതയും ഇതിലൂടെ പ്രകടമാകുന്നു. പുതിയ കാവ്യരീതികൾ പരീക്ഷിക്കാൻ അദ്ദേഹം എപ്പോഴും ഉത്സാഹം കാണിച്ചിരുന്നു. ലളിതമായ ഭാഷയും സംഗീതാത്മകമായ ശൈലിയും സ്വീകരിച്ച മലയാള കവിതയ്ക്ക് അദ്ദേഹം ഒരു പുതിയ ദിശ നൽകി. രമണൻ പ്രചരിപ്പിക്കുന്നതിനിടയിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് ലഭിച്ച സ്നേഹവും സ്വീകരണവും അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചു. കാവ്യം ജനഹൃദയങ്ങളിൽ ഇടം നേടിയതിന്റെ ഹൃദ്യമായ അനുഭവങ്ങൾ പാഠഭാഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. യാഥാസ്ഥിതിക കുടുംബാംഗങ്ങളുടെ എതിർപ്പും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടും തന്റെ ആശയങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ടു പോയിട്ടില്ല. പുരോഗമന ചിന്തയും ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രധാന സവിശേഷതകളായിരുന്നു. സാഹിത്യ പ്രതിഭ, സൗഹൃദനിഷ്ഠ, വികാരസമ്പന്നത,
നവീനതയോടുള്ള താല്പര്യം, ജനങ്ങളോടുള്ള അടുപ്പം, പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിടുന്ന മനോഭാവം എന്നിവ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വ്യക്തിത്വത്തെ മഹത്തരമാക്കുന്ന പ്രധാന സവിശേഷതകളാണ്. 27ാമത്തെ ചോദ്യം, ഒട്ടുമേ വിടാതെല്ലാം നീ നിനക്കനുഭവപ്പെട്ട മാതിരി എന്നെ വർണ്ണിച്ചു കേൾപ്പിച്ചാലും. സന്ദർഭവും സാരസ്യവും വിശദമാക്കുക. ഒട്ടുമേ വിടാതെല്ലാം നീ നിനക്കനുഭവപ്പെട്ട മാതിരി എന്നെ വർണ്ണിച്ചു കേൾപ്പിച്ചാലും. സന്ദർഭവും സാരസ്യവും വിശദമാക്കുക. പേജ് നമ്പർ 118 വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഉജ്ജ്വല മുഹൂർത്തത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഉത്തരം നോക്കാം. വനവാസകാലത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. ആശ്രമത്തിലെത്തിയ അതിഥികൾക്ക് മുനിയും പത്നി അനസൂയയും യഥോചിതമായ സ്വീകരണം നൽകി. സ്വീകരണങ്ങൾക്കും സൽക്കാരങ്ങൾക്ക് ശേഷം മുനിപത്നിയായ അനസൂയ സീതയെ വിളിച്ച് വാത്സല്യപൂർവ്വം തലോടുകയും അവളുടെ വിശേഷങ്ങളും സ്വയംവര കഥയും ചോദിക്കുകയും ഒട്ടും വിടാതെ നീ നിനക്കനുഭവപ്പെട്ടതുപോലെ എല്ലാം വർണ്ണിച്ചു കേൾപ്പിക്കുവാനും പറയുന്നു. ആ വാക്കുകളിൽ അനസൂയയുടെ സ്നേഹവും കരുതലും സീതയുടെ അനുഭവങ്ങൾ പൂർണ്ണമായി അറിയുവാനുള്ള ആഗ്രഹവും പ്രകടമാകുന്നു. സീത അനുഭവിച്ച ഓരോ സംഭവവും സത്യസന്ധമായി ഒന്നും മറച്ചുവെക്കാതെയും അതിശയോക്തി കലർത്താതെയും വിവരിക്കണമെന്നാണ് അനസൂയ ആവശ്യപ്പെടുന്നത്. സീതയുടെ അനുഭവങ്ങൾ കേൾക്കുന്നതിലൂടെ അവളുടെ സഹനശക്തിയും പതിവ്രത ധർമ്മവും ആത്മവിശ്വാസവും മനസ്സിലാക്കാൻ കഴിയുമെന്ന് അനസൂയ വിശ്വസിക്കുന്നു. നിഷ്കളങ്കയായ സീത എല്ലാം നേരായി തന്നെ പറഞ്ഞു. മിഥില രാജാവായ ജനകൻ യാഗത്തിനായി ഭൂമി ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഉഴവുചാലിൽ നിന്നാണ് തന്നെ കിട്ടിയത്. ഭാഗ്യം കാട്ടിയ നിധിയെന്ന് പറഞ്ഞ് പിതാവ് തന്നെ സ്വന്തം മകളായി വളർത്തി. സ്വയംവരത്തിന്റെ ആഘോഷങ്ങളാൽ നിറഞ്ഞ മിഥിലയിൽ ഒടിച്ച ധനുസുമായി രാമൻ മഴവില്ലണിഞ്ഞ മേഘത്തെപ്പോലെ നിന്നു. ആ മനോഹരനെ താൻ കൺപീലികൾക്കിടയിലൂടെ കണ്ടു കൺകുളിർത്തതും അനുരാഗിയായിരുന്നിട്ടും രാഘവൻ, അതായത് രാമൻ, പിതാവിന്റെ അനുവാദം കാത്തു നാൾ കഴിച്ചതുമെല്ലാം ഓമനയായ ആ പെൺകുട്ടി വിവരിച്ചപ്പോൾ പ്രേമത്തിനും വിസ്മയത്തിനും ആഹ്ലാദത്തിനും വശപ്പെട്ടവളായ അനസൂയ ആ കഥയിൽ ജീവിക്കുകയായിരുന്നു. അതിനാൽ ചോദ്യത്തിൽ പരാമർശിച്ച വാക്കുകൾ അനസൂയയുടെ ജിജ്ഞാസ മാത്രമല്ല, സീതയുടെ മഹത്തായ ജീവിതം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അറിയാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തെയും പ്രകടമാക്കുന്നു. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുവാനാണ്. 8 സ്കോറാണ്. 28ാമത്തെ ചോദ്യം, തന്റെ കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക ജീവിതാനുഭവമാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം അവതരിപ്പിക്കുന്നത്. ഈ അഭിപ്രായത്തോട് പ്രതികരിക്കുക. തന്റെ കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക ജീവിതാനുഭവമാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം അവതരിപ്പിക്കുന്നത്. ഈ അഭിപ്രായത്തോട് പ്രതികരിക്കുക. ഉത്തരം, പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന വെറും ഭക്തി കാവ്യമല്ല, അക്കാലത്തെ കേരള സമൂഹത്തിന്റെ ജീവിതാനുഭവങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന കൃതിയാണ്. മനുഷ്യജീവിതം നശ്വരമാണെന്നും ഭൗതിക സുഖങ്ങൾ ശാശ്വതമല്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമൂഹത്തിലെ അനാചാരങ്ങൾക്കും മൂല്യച്യുതിക്കുമെതിരെ കവി ശക്തമായ സന്ദേശം നൽകുന്നു. പാഠഭാഗത്തിൽ മനുഷ്യജീവിതം നിമിഷ നേരം കൊണ്ട് അവസാനിച്ചു പോകുന്നതാണെന്നും ധനം, സൗന്ദര്യം, അധികാരം, കുടുംബം എന്നിവ ശാശ്വതമല്ലെന്നും കവി ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ അഹങ്കാരവും സ്വാർത്ഥതയും ഉപേക്ഷിച്ച് സദാചാരത്തോടെയും ദൈവവിശ്വാസത്തോടെയും ജീവിക്കണമെന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അക്കാലത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ, സമ്പത്തിന്റെ അഹങ്കാരം, പദവിമോഹം, ഭോഗാസക്തി, അന്യായവും അധർമ്മവും, മനുഷ്യർ തമ്മിലുള്ള വിവേചനം തുടങ്ങിയ സാമൂഹിക തിന്മകളെ കവി വിമർശിക്കുന്നു. മനുഷ്യന്റെ മഹത്വം ജന്മത്തിലോ സമ്പത്തിലോ അല്ല, സൽക്കർമ്മങ്ങളിലും ഭക്തിയിലുമാണെന്ന സന്ദേശമാണ് കൃതി നൽകുന്നത്. ജീവിതം ദൈവദത്തമായ അവസരമാണെന്നും അത് നന്മ ചെയ്യുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുമായി ഉപയോഗിക്കണമെന്നും പൂന്താനം ഉദ്ബോധിപ്പിക്കുന്നു. മരണം അനിവാര്യമാണെന്നും മരണശേഷം സമ്പത്തോ ബന്ധങ്ങളോ ആരെയും രക്ഷിക്കില്ലെന്നും സൽക്കർമ്മങ്ങൾ മാത്രമാണ് മനുഷ്യനെ ഉയർത്തുന്നതെന്നും കവി വ്യക്തമാക്കുന്നു.
അങ്ങനെ തന്റെ കാലത്തെ കേരള സമൂഹത്തിലെ ജീവിതാനുഭവങ്ങൾ, സാമൂഹിക ദൗർബല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങളുടെ ആവശ്യകത എന്നിവയെ ആഴത്തിൽ അവതരിപ്പിക്കുന്ന കൃതിയാണ് ജ്ഞാനപ്പാന. അതിനാൽ തന്റെ കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക ജീവിതാനുഭവമാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം അവതരിപ്പിക്കുന്നത് എന്ന അഭിപ്രായം പൂർണ്ണമായും ശരിയാണെന്ന് പറയാം. 29ാമത്തെ ചോദ്യം, ഫലിത പരിഹാസമാണ് നമ്പ്യാർ കവിതയുടെ മുഖമുദ്ര. സഭാപ്രവേശം മുൻനിർത്തി ചർച്ച ചെയ്യുക. ഫലിത പരിഹാസമാണ് നമ്പ്യാർ കവിതയുടെ മുഖമുദ്ര. സഭാപ്രവേശം മുൻനിർത്തി ചർച്ച ചെയ്യുക. കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളുടെ ഏറ്റവും പ്രധാന സവിശേഷത ഫലിതവും പരിഹാസവുമാണ്. സമൂഹത്തിലെ അനാചാരങ്ങളെയും കപടതയെയും ഹാസ്യരൂപത്തിൽ അവതരിപ്പിച്ച് ജനങ്ങളെ ചിന്തിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ രചനകളുടെ ലക്ഷ്യം. സഭാപ്രവേശം എന്ന കവിത ഈ സവിശേഷതയുടെ മികച്ച ഉദാഹരണമാണ്. എത്ര രൂക്ഷമായ പരിഹാസവും ഫലിതത്തിൽ പൊതിഞ്ഞാൽ ഹൃദ്യമാകും. സുയോധനന് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഈയൊരു വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാവുന്നതാണ്. ഇവിടെ പരിഹാസ്യനാകുന്നത് രാജാവാണ്. ആ സന്ദർഭത്തിൽ രാജാവ് തനി സാധാരണക്കാരന്റെ പെരുമാറ്റ വിധങ്ങൾ പ്രകടിപ്പിക്കുന്നു. വീരാളിപ്പെട്ട് ഉരച്ചുകയറ്റുന്ന ദൃശ്യം ഓർക്കുക. എന്തിനേയും അന്ധമായി പിന്തുടരുന്ന അനുയായികളും അബദ്ധത്തിൽ പെടുമെന്നും ഈ കവിത ഓർമ്മിപ്പിക്കുന്നു. ചെരച്ചു കയറ്റുക, കുന്തിച്ചു കുന്തിച്ചു പോവുക തുടങ്ങിയ ഹാസ്യം ജനിപ്പിക്കുന്ന പ്രയോഗങ്ങളും ചാന്ത്, ഉരച്ചു കയറ്റുക, തോട്ടുവക്ക് തുടങ്ങിയ കേരളീയ സ്വഭാവമുള്ള പദപ്രപഞ്ചവുമെല്ലാം നമ്പ്യാർ കവിതകളിലെ കേരള തനിമയെ ഓർമ്മിപ്പിക്കുന്നു. അതിസാധാരണമായ നാടൻ പദങ്ങളും പ്രയോഗങ്ങളും കൊണ്ട് ഇതിഹാസ കഥാപാത്രമായ സുയോധനന്റെ പരിഹാസ ദൃശ്യം ഒരു ചലച്ചിത്രത്തിൽ എന്ന വണ്ണം ആവിഷ്കരിക്കാൻ നമ്പ്യാർക്ക് കഴിയുന്നു. തുള്ളലിന്റെ അരങ്ങിൽ മാത്രമല്ല, വായനക്കാരന്റെ മനസ്സിലും അരങ്ങിലും ദൃശ്യ സമൃദ്ധി കൊണ്ടുവരാനാവുന്നുണ്ട്. ചലന ബിംബങ്ങളുടെ ചാരുതയാണ് സഭാപ്രവേശ രംഗത്തിന്റെ ചൈതന്യം. അപഹസിക്കപ്പെടുന്നവനുണ്ടാവുന്ന മുറിവ് മരണത്തിന് മീതെ എന്ന് പറയുന്നിടത്ത് കവിയുടെ മനഃശാസ്ത്ര വിജ്ഞാനവും നമുക്ക് ബോധ്യപ്പെടുന്നു. കവിതയിൽ അതിശയോക്തി, സംഭാഷണ ശൈലി, ചോദ്യോത്തര രീതി, നർമ്മം എന്നിവ സമർത്ഥമായി പ്രയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് വായനക്കാരിൽ ചിരി ഉണർത്തുന്നതിനൊപ്പം സമൂഹത്തിലെ ദോഷങ്ങളെ തിരിച്ചറിയാനും സഹായിക്കുന്നു. അധികാരികളുടെയും പണ്ഡിതരുടെയും കപടഭാവങ്ങളും പൊങ്ങച്ചവും നമ്പ്യാർ കൂർമ്മമായ പരിഹാസത്തിലൂടെ തുറന്നു കാട്ടുന്നു. ഇങ്ങനെ ഫലിതവും പരിഹാസവും സാമൂഹ്യ വിമർശനത്തിനുള്ള ശക്തമായ ആയുധമാക്കി മാറ്റിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. സഭാപ്രവേശം എന്ന കവിതയിൽ നർമ്മത്തിലൂടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവ് വ്യക്തമായി പ്രകടമാകുന്നു. അതിനാൽ ഫലിത പരിഹാസമാണ് നമ്പ്യാർ കവിതയുടെ മുഖമുദ്ര എന്ന പ്രസ്താവന പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ഈ കവിത. +1 തുല്യതയുടെ 2026 അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള മലയാളം മാതൃകാ ചോദ്യപേപ്പർ വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു വിഷയങ്ങളുടെ അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പർ വിശകലനവും കൂടാതെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.